ഇന്ന് ഫെബ്രുവരി 4-ാം തീയതി പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ അനുസ്മരണ ദിനം. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറെക്കുറിച്ച് പ്രൊഫസർ ജെ ലളിത ടീച്ചർ എഴുതിയ പുസ്തകത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഓം സദ്ഗുരവേ നമഃ. പ്രകടമായ പ്രശാന്തിയുടെയും അനന്തമായ ആനന്ദത്തിൻ്റെയും പ്രത്യക്ഷമൂർത്തി, ദർശനവേളയിൽ ഒഴുകിപ്പരക്കുന്ന കാരുണ്യാമൃതം, പ്രപഞ്ചരഹസ്യത്തിൻ്റെ പൊരുളറിയാതെ മോഹവലയത്തിലുഴലുന്ന നിരാലംബരെ കൈപിടിച്ചുയർത്തുന്ന ധീരസംരക്ഷകൻ, യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിയുന്നുവെന്ന് അനുഭവിച്ചറിയിച്ച യതിവര്യൻ, നിത്യശുദ്ധ ബുദ്ധമുക്തമായ സത്യം സൂര്യതുല്യം പ്രകാശിപ്പിക്കുന്ന ജ്ഞാനയോഗി, മഹിത വ്യക്തിത്വത്തിൻ്റെ ഉത്കൃഷ്ടനായ ഉടമയാണ് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എന്ന ബ്രഹ്മനിഷ്ഠൻ. ഒരേ സമയം നിസ്സംഗനായ ഗൃഹസ്ഥനും പ്രബുദ്ധനായ ജ്ഞാനിയും നിസ്തുലനായ കർമ്മയോഗിയുമായ ഉത്തമ ആചാര്യൻ. ജീവിതത്തിൽ സംജാതമായ വഴിത്തിരിവ് അദ്ദേഹത്തിൻ്റെ കർമ്മോന്മുഖതയെ വേറൊരു ദിശയിലേക്ക് നയിച്ചു. മകനെ ഗുരുവായി കണ്ട ആ മഹാപുരുഷൻ തൻ്റെ ശിഷ്ടജീവിതം വേദാന്ത പഠനത്തിനും വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിനും സമർപ്പിച്ചു. എല്ലാ ഗ്രന്ഥങ്ങളിലെയും ഗുരുവന്ദനം ഈ വിധത്തിലായിരുന്നു: അരവിന്ദ ഗുരും വന്ദേ വേദാന്ത ശിവരൂപിണം സച്ചിദാനന്ദമാത്മാനം സർവാത്മകമനാമയം. ജനനവും വിദ്യാഭ്യാസവും. തിരുവനന്തപുരത്ത് പേരൂർക്കടയിലുള്ള വഴയില എന്ന സ്ഥലത്ത് കൊല്ലവർഷം 1097 മകരത്തിലെ മാഘപൗർണമി നാളിലാണ് 1923 ഫെബ്രുവരി 5 പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ ജനനം. കുടപ്പനക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ അടുത്തായിരുന്നു കുടുംബ വീട്. കുറുക്കണ്ണാൽ വീട്ടിൽ ഗോവിന്ദപ്പിള്ളയുടെയും ഗൗരിയമ്മയുടെയും മകനായിട്ടാണ് ജനിച്ചത്. രാമായണ വായനയിൽ വിദഗ്ധനും പ്രസിദ്ധനുമായിരുന്നു പിതാവ്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം അർത്ഥത്തിന് ലേശം പോലും സംശയം വരാത്ത വിധത്തിൽ പദങ്ങൾ തിരിച്ചു വായിക്കാൻ സമർത്ഥനായിരുന്നതുകൊണ്ട് അദ്ദേഹം വായനക്കാരൻ ഗോവിന്ദപ്പിള്ള എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നാട്ടിൻപുറത്തെ വീടുകളിലൊക്കെ അക്കാലത്ത് അധ്യാത്മരാമായണം വായന പതിവായിരുന്നു. അല്പം മുതിർന്നപ്പോൾ രാമായണ വായന ബാലകൃഷ്ണൻ്റെ ചുമലിലായി. ഹരിനാമകീർത്തനവും അധ്യാത്മരാമായണവുമൊക്കെ പതിവായി വായിക്കുന്ന മാതാവിന് ഔപചാരിക വിദ്യാഭ്യാസം അധികമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവർ സൽവൃത്തിയുടെ പ്രതീകമായിരുന്നു. ദിവസവും 7:30 നാഴിക വെളുപ്പുള്ളപ്പോൾ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ആ അമ്മ ഹരിനാമകീർത്തനം ചൊല്ലുമായിരുന്നു. അങ്ങനെ ഹൃദിസ്ഥമായ ഹരിനാമകീർത്തനമാണ് ബാലനായ ബാലകൃഷ്ണൻ്റെ ഹൃദയത്തിലുണ്ടായ അധ്യാത്മചിന്തയുടെ ആദ്യ അങ്കുരങ്ങൾ. അധ്യാത്മരാമായണം വായിക്കാതെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നില്ല അമ്മ. തന്നെ സ്വാധീനിച്ച മറക്കാത്ത ബാല്യകാല സ്മരണകളായി ആ അനുഭവങ്ങൾ മാറിയതായി പിൽക്കാലത്ത് ജി ബാലകൃഷ്ണൻ നായർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ജീവിത ആരംഭം. 5-ാമത്തെ വയസ്സിൽ പിതാവ് അന്തരിച്ചു. ബാലൻ, ചെല്ലപ്പൻ എന്നീ 2 ജ്യേഷ്ഠന്മാരും രുക്മിണി എന്നൊരു ഇളയ സഹോദരിയും ഉൾപ്പെടെ 4 സഹോദരങ്ങൾ ക്ലേശങ്ങൾ അനുഭവിച്ച് വളർന്നു. മലയാളം പ്രൈമറി സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ മോഹിച്ച സമർത്ഥനായ കൊച്ചനുജനെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി അന്ന് ജ്യേഷ്ഠന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് സംസ്കൃത സ്കൂളിൽ ഫീസ് കൊടുക്കേണ്ടിയിരുന്നില്ല. പക്ഷേ സംസ്കൃതം പഠിച്ചാൽ ജോലിക്ക് പ്രയാസവുമായിരുന്നു. അവസാനം ഇംഗ്ലീഷ് പഠിക്കുവാൻ ഒരു നിവൃത്തിയുമില്ലെന്ന് വന്നപ്പോൾ ബാലകൃഷ്ണൻ സംസ്കൃത സ്കൂളിൽ ചേർന്നു. ഇംഗ്ലീഷ് പഠിക്കുവാൻ പോയിരുന്നുവെങ്കിൽ ആത്മീയ ജീവിതം ഉണ്ടാകുമായിരുന്നില്ലെന്ന് പിൽക്കാലത്ത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ പറഞ്ഞിട്ടുണ്ട്. സംസ്കൃതം പഠിച്ചതിൻ്റെ മഹത്വം ശ്രീ ശാങ്കര ഭാഷ്യവും ഗുരുദേവ കൃതികളും മറ്റും പഠിച്ചപ്പോഴാണ് തനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞതെന്ന് പിൽക്കാലത്ത് അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടന്നിരുന്ന ബാലകൃഷ്ണനെ
കിടക്കപ്പായയിൽ നിന്നുണർത്തി സംസ്കൃത സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത് നരസിംഹപിള്ള എന്ന അധ്യാപകനായിരുന്നു. സംസ്കൃതത്തിൽ ആവശ്യത്തിനുള്ള കുട്ടികളുടെ അഭാവം മൂലം നരസിംഹപിള്ള സാറിൻ്റെ ജോലി പോലും ഇല്ലാതാകുമെന്ന സ്ഥിതിയുണ്ടായ സന്ദർഭത്തിലാണ് അദ്ദേഹം ഇതു ചെയ്തത്. 4ാം ക്ലാസ് വരെ പേരൂർക്കടയിൽ തന്നെ പഠിച്ചു. 5 തൊട്ടുള്ള ക്ലാസുകൾ പാൽക്കുളങ്ങര സംസ്കൃത സ്കൂളിലാണ് പഠിച്ചത്. കുടപ്പനക്കുന്നിൽ നിന്നും പാൽക്കുളങ്ങര വരെ എന്നും നടന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. അന്നത്തെ സ്കൂൾ സമയം 7:30 മണി മുതൽ 11:30 മണി വരെ ആയിരുന്നു. 7:30 മണിക്ക് സ്കൂളിലെത്താൻ വെളുക്കും മുമ്പ് ചൂട്ടുകെട്ടി വീട്ടിൽ നിന്നിറങ്ങും. മരുതുമൂട് ജംഗ്ഷൻ വരെ വളരെ ക്ലേശം പിടിച്ച വഴി. തിരിച്ചു പോകുമ്പോഴാണെങ്കിൽ ചുട്ടുപൊള്ളുന്ന വെയിൽ. അങ്ങനെയൊക്കെയാണ് ബാലകൃഷ്ണൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മുന്നോട്ടു പോയത്. ഉപരിവിദ്യാഭ്യാസം സംസ്കൃത കോളേജിലായിരുന്നു. പാൽക്കുളങ്ങരയിൽ നിന്ന് ഇന്നത്തെ ആർട്സ് കോളേജിലേക്ക് സംസ്കൃത കോളേജ് അക്കാലത്ത് മാറ്റിയിരുന്നു. അവസാനത്തെ 2 കൊല്ലം ബാലകൃഷ്ണൻ അവിടെയാണ് പഠിച്ചത്. സംസ്കൃത കോളേജിൽ നിന്ന് 1ാം ക്ലാസ്സോടെ മഹോപാധ്യായ പാസായി. വിദ്വത് കേസരി എന്ന വിശ്രുതനായിരുന്ന പ്രൊഫസർ N. ഗോപാലപിള്ളയായിരുന്നു അന്നത്തെ സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ. പിന്നീട് ഇൻ്റർമീഡിയറ്റിന് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു. പ്രശസ്ത കവി ONV കുറുപ്പ് തൻ്റെ സതീർത്ഥ്യനെ ഓർക്കുന്നത് ഇപ്രകാരമാണ്: ഏത് യോഗി വര്യനും ഒരു പൂർവാശ്രമമുണ്ട്. പരമസാത്വികനായ G. ബാലകൃഷ്ണൻ നായർക്കും സ്വാഭാവികമായ ഒരു പൂർവാശ്രമമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യനും തുടർന്ന് സഹപ്രവർത്തകനുമാകാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഇതെഴുതുന്നത്. പ്രായം കൊണ്ട് ഏറെ അന്തരം ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരേ കാലത്ത് ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നവരാണ്. സംസ്കൃതത്തിൽ കുറേ കാലത്തെ ഉപരിപഠനം കഴിഞ്ഞാണ് അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിൽ വന്നു ചേർന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. പക്വമതിയും പരിണതപ്രജ്ഞനുമായ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരു സഹപാഠി എന്നതിനേക്കാൾ ഒരു ആചാര്യൻ്റെ സാന്നിധ്യമാണ് അനുഭവപ്പെട്ടിരുന്നത്. സ്നേഹവാത്സല്യങ്ങളോടെ ഒരനുജനോടെന്ന നിലയ്ക്കായിരുന്നു എന്നോടുള്ള പെരുമാറ്റം. മിതഭാഷിയും സൗമ്യപ്രകൃതിയുമായ അദ്ദേഹത്തിലെ സ്വാതന്ത്ര്യേച്ഛുവായ പ്രഭാഷകനെ കണ്ടെത്താൻ അവസരമുണ്ടായത് 1947 ഓഗസ്റ്റ് 15 യൂണിവേഴ്സിറ്റി കോളേജിലെ കിഴക്കേ മാവിൻ ചുവട്ടിലെ വിദ്യാർത്ഥി യോഗത്തിൽ വെച്ചായിരുന്നു. സർ CP-യുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെതിരെ സ്വതന്ത്ര ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണം എന്നാവശ്യപ്പെടുന്ന ആ യോഗത്തിൽ G. ബാലകൃഷ്ണൻ നായരുടെ സുദീർഘവും സമുജ്വലവുമായ ഒരു പ്രഭാഷണമുണ്ടായിരുന്നു. ഒപ്പം യശശരീരനായ PK വാസുദേവൻ നായരുടെ ഹൃദയസ്പർശിയായ മറ്റൊരു പ്രസംഗം കൂടി. ഇവ രണ്ടും ഇന്നും എൻ്റെ ഓർമ്മയിൽ പതിഞ്ഞു കിടക്കുന്നു. ഇവർ 2 പേരോടും പിൽക്കാലത്ത് എനിക്കുണ്ടായ സ്നേഹാദരങ്ങൾക്ക് അടിത്തറ പാകിയതും ആ പ്രഭാഷണങ്ങളാണ്. പുത്രവിയോഗം. പ്രൊഫസർ G. ബാലകൃഷ്ണൻ നായരുടെ ജീവിതത്തെയാകെ മാറ്റിമറിച്ച ഒരു സംഭവം 1962 ജൂലൈ മാസം 1 നടന്നു. 7.5 വയസ്സു മാത്രം പ്രായമുള്ള അരവിന്ദൻ എന്ന മകൻ്റെ അസാധാരണമായ മരണം. ടെറ്റനസ് ആയിരുന്നു രോഗകാരണം. ആ സംഭവത്തെപ്പറ്റി ബാലകൃഷ്ണൻ നായരുടെ തന്നെ വാക്കുകൾ: മരണസമയത്ത് ആശുപത്രിക്കിടക്കരികിൽ ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുട്ടി അച്ഛാ അച്ഛാ എന്ന് വിളിച്ചു. പിന്നെ അമ്മ അമ്മ എന്നും. അതുകഴിഞ്ഞ് ചുറ്റും നിന്നവരൊക്കെ കേൾക്കത്തക്കവണ്ണം ശിവശിവ ശിവശിവ എന്നുച്ചരിക്കാൻ തുടങ്ങി. ഏതാണ്ട് 50 മിനിറ്റ് അത് തുടർന്നു. അവസാന ശ്വാസത്തിൽ പോലും ശിവ എന്ന് പതുക്കെ ഉച്ചരിച്ചുകൊണ്ടാണ് അരവിന്ദൻ ദേഹം ഉപേക്ഷിച്ചത്. എൻ്റെ സത്യാന്വേഷണത്തിലെ ഏറ്റവും പ്രധാനമായ പ്രേരണ ഈ സംഭവമായിരുന്നു. ഞാൻ അരവിന്ദൻ്റെ അടുത്തിരുന്ന് ഓക്സിജൻ ട്യൂബ് മുഖത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നി ആ ശിവശബ്ദത്തിൻ്റെ ഉച്ചാരണത്തിലൂടെ അരവിന്ദൻ ചിലതൊക്കെ എന്നോട് പറയുകയാണെന്ന്. അച്ഛനിങ്ങനെ വെറുമൊരു ആചരണമായി ഗീതാപാരായണവുമൊക്കെയായി നടന്നിട്ട് കാര്യമില്ല, ശിവനെ അന്വേഷിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അവിടെയിരുന്ന് ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഇനി യഥാർത്ഥ ശിവനെ,
അതായത് ശാസ്ത്രീയമായ ജീവിത സത്യം എന്നൊന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് മേൽക്കാര്യം എന്ന്. ഭൗതികമായ നേട്ടത്തിനു വേണ്ടി മുൻകൈയെടുത്ത് ഇനി യാതൊന്നും പ്രവർത്തിക്കുകയില്ലെന്നും തീരുമാനിച്ചു. മകനായി ജനിച്ചുവെങ്കിലും ഗുരുവായി വന്നു ചേർന്ന ഈശ്വരനായാണ് അപ്പോൾ മുതൽ അരവിന്ദനെ ഞാൻ കണ്ടത്. അതുകൊണ്ടാവാം പിന്നെ എനിക്ക് ഒരു ദുഃഖവും തോന്നിയിട്ടില്ല. ഏവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന അരവിന്ദൻ അതിശയകരമാം വണ്ണം ഈശ്വര വിചാരം ചെയ്തിരുന്നു. അരവിന്ദൻ മരിച്ചപ്പോൾ ആ മുഖത്ത് സവിശേഷമായ ഒരു പ്രകാശമുണ്ടായിരുന്നു. പിതാവ് തന്നെ പുത്രൻ്റെ മൃതദേഹം കയ്യിൽ മടിയിലെടുത്തു വെച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പ്രൊഫസർ ONV കുറുപ്പ് എഴുതുന്നു, അരവിന്ദ ഘോഷ് സാഹസിക വിപ്ലവ രംഗത്തു നിന്ന് യോഗിയും ദാർശനിക കവിയുമായി മാറിയ ചരിത്രം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ബാലകൃഷ്ണൻ നായർ സാറിൽ വന്ന പരിവർത്തനം. ലൗകിക ജീവിതത്തിൻ്റെ തമോമയ തലങ്ങളിൽ നിന്ന് ആത്മവിശുദ്ധിയുടെ ഭാസുര ജ്യോതിസിലേക്കുള്ള ഒരു ഉന്നമനമായിരുന്നു അത്. അതിന് പ്രേരകമായ ഉദാത്ത ദുഃഖങ്ങളുടെ കഥകൾ യൂണിവേഴ്സിറ്റി കോളേജിൽ സഹ അധ്യാപകരായിരുന്ന കാലത്ത് അദ്ദേഹത്തിൽ നിന്നു തന്നെ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. പലതരത്തിലുമുള്ള നിസ്സഹായതകൾ ചൂഴ്ന്നു നിൽക്കുന്ന ജീവിതമെന്ന ഭാരം ചുമലിലേറ്റി അജ്ഞാത ഭാവിയിലേക്ക് പദമിടറി സഞ്ചരിക്കുന്ന എത്രയോ പേർ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അഭയവും ആശ്വാസവും തേടുന്നു. അരവിന്ദൻ പാൽക്കുളങ്ങര പ്രൈമറി സ്കൂളിൽ 4th ഫോറത്തിൽ പഠിക്കുമ്പോഴായിരുന്നു അകാല മരണം. അരവിന്ദൻ ഒരിക്കൽ കൊച്ചനുജത്തിയോട് ചോദിച്ചു, നമ്മൾ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്? അനുജത്തി ഉത്തരം പറഞ്ഞു, അച്ഛനെ. അല്ല. അമ്മ? അല്ല. പിന്നെ? ഈശ്വരനെ. അതായിരുന്നു അരവിന്ദൻ. ബാലകൃഷ്ണൻ നായർ കവിയും യോഗിയും വിപ്ലവകാരിയുമായിരുന്ന അരവിന്ദ ഘോഷിൻ്റെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന കാലം. സരസ്വതിയമ്മ പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുമ്പോൾ ഒരു ദർശനമുണ്ടായത്രേ. അതിനുശേഷമാണ് അരവിന്ദൻ്റെ ജനനം. അരവിന്ദൻ്റെ സ്മരണയ്ക്കായി ആ കുഞ്ഞിൻ്റെ പിറന്നാൾ ദിനത്തിൽ ശിവാരവിന്ദത്തിൽ വെച്ച് കുറച്ചുകാലം പൂജയും ഭജനയുമൊക്കെ നടക്കാറുണ്ടായിരുന്നു. ഇന്നത്തെ പ്രശസ്തനായ സ്വാമി ഈശ എന്ന അന്നത്തെ മോഹനനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ദേവരാജനുമായിരുന്നു അന്ന് പൂജകൾ നടത്തിയിരുന്നത്. സരസ്വതിയമ്മയുടെ മരണം വരെ ഈ പൂജയും ഭജനയും നടന്നിരുന്നു. സരസ്വതിയമ്മയുടെ താൽപ്പര്യപ്രകാരമാണ് അരവിന്ദൻ്റെ മരണ ദിവസം പൂജയും ഭജനയുമൊക്കെ നടത്തിയിരുന്നത്. അതിനോടൊന്നും സാറിന് വലിയ താൽപ്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹം അത്തരം കാര്യങ്ങൾക്ക് തടസ്സം നിന്നില്ല. സരസ്വതിയമ്മയുടെ മരണം 1990 ജൂലൈ 22 സരസ്വതിയമ്മ അന്തരിച്ചു. അരവിന്ദൻ്റെ മരണശേഷം വഞ്ചിയൂരിലുള്ള ശ്രീ ചിത്ര ഗ്രന്ഥശാലയിൽ നിന്ന് വചനാമൃതം, വിവേകാനന്ദ സാഹിത്യ സർവസ്വം തുടങ്ങിയവ എടുത്ത് സരസ്വതിയമ്മ വായിച്ചിരുന്നു. ഗുരുദേവ കൃതികളൊക്കെ അവർ ഹൃദയസ്ഥമാക്കിയിരുന്നു. അവരുടെ നേതൃത്വത്തിൽ അമ്മമാരുടെ സത്സംഗം കൂടെ നടത്തുമായിരുന്നു. ഈ ഭക്തസംഘം ചിലപ്പോൾ കന്യാകുമാരി, കുന്നുംപുറം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തീർത്ഥയാത്ര നടത്താറുണ്ടായിരുന്നു. പ്രമേഹ രോഗിയായിരുന്ന സരസ്വതിയമ്മയുടെ ഒരു കാൽ മുറിച്ചുമാറ്റണമെന്ന നില വന്നു. ശാസ്തമംഗലത്തുള്ള രാമകൃഷ്ണാശ്രമ ഹോസ്പിറ്റലിൽ അവർ പ്രവേശിക്കപ്പെട്ടു. അന്ന് അവിടുത്തെ അധ്യക്ഷനായിരുന്ന ചക്രാനന്ദ സ്വാമികൾ സ്മരിക്കുന്നു, സരസ്വതിയമ്മ ടീച്ചറുടെ അത്യന്തം ശോചനീയമായ അവസ്ഥയിൽ മക്കൾ പോലും ഭയന്നുപോയി. ആ അവസരത്തിലും ബാലകൃഷ്ണൻ നായർ സർ സംയമനത്തോടെ ഭാര്യയുടെ ശുശ്രൂഷകളെല്ലാം സ്വയം ഏറ്റെടുത്തു. അവരുടെ അന്ത്യത്തിലും അദ്ദേഹം അത്യന്തം ശാന്തനായിരുന്നു. മഹാവ്യാഖ്യാനങ്ങൾ. വേദാന്ത തത്വനിർണയമാണ് ജി ബാലകൃഷ്ണൻ നായരുടെ ആദ്യത്തെ വേദാന്ത കൃതി. എന്നാൽ സാഹിത്യ പദ്ധതികൾ എന്ന പേരിൽ ഒരു നിരൂപണ ഗ്രന്ഥം അദ്ദേഹം നേരത്തെ രചിച്ചിരുന്നു. രസപദ്ധതി, ധ്വനി പദ്ധതി, ഔചിത്യ പദ്ധതി ഇവയെല്ലാം വിശദീകരിക്കുന്ന ഒരു പുസ്തകമായിരുന്നു അത്. പിന്നീട് മാതൃക എന്ന നാടകമെഴുതി. ഗാന്ധിജിയുടെ അക്രമരാഹിത്യ സങ്കല്പം വിജയിക്കുന്നതിനെപ്പറ്റിയായിരുന്നു ആ നാടകം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ചെന്തിട്ടയിലെ
അനന്ത തിയോസഫിക്കൽ സൊസൈറ്റി ഹാളിൽ വെച്ച് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഗീതാ ക്ലാസുകൾ നടക്കാറുണ്ടായിരുന്നു. ഗീതാ ക്ലാസ്സിൽ ഒരിക്കൽ ബാലകൃഷ്ണൻ നായർ താൻ എഴുതി പ്രസിദ്ധീകരിച്ച ശിവാരവിന്ദം ഗീതാവ്യാഖ്യാനത്തിൻ്റെ ആദ്യ പതിപ്പ് തീർന്നുവെന്നും രണ്ടാമത്തെ പതിപ്പ് പ്രസിദ്ധീകരിക്കുവാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ അവകാശം സൗജന്യമായി നൽകാമെന്നും അറിയിക്കുകയുണ്ടായി. ഈ വിവരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായ ഡോക്ടർ M.R. തമ്പാൻ അറിഞ്ഞു. അദ്ദേഹമാണ് ശിവാരവിന്ദം ഗീതാഭാഷ്യം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പ്രസിദ്ധീകരിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഗീതയിലൂടെ ആരംഭിച്ച കാൽവയ്പ് സാറിൻ്റെ പുസ്തക പ്രസിദ്ധീകരണങ്ങൾക്ക് മാത്രമല്ല ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വളർച്ചയിലും നിർണായക പങ്കുവഹിച്ചു. ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ ചില പുരോഗമനവാദികൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഗീത മതസാഹിത്യം മാത്രമാണെന്നായിരുന്നു അതിന് അവർ കണ്ടെത്തിയ കാരണം. എന്നാൽ ഗീത ഉൾപ്പെടുന്ന പ്രസ്ഥാനത്രയം മതത്തിന് അതീതമായി മാനവ സമൂഹത്തിനുള്ള സന്ദേശം ഉൾക്കൊള്ളുന്നതാണെന്ന് അധികാരികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അന്നത്തെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി K. ജയകുമാർ IAS-ഉം സാംസ്കാരിക വകുപ്പ് മന്ത്രി TK രാമകൃഷ്ണനുമെല്ലാം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണുണ്ടായത്. അങ്ങനെയാണ് ബാലകൃഷ്ണൻ നായരുടെ ഗീതാഭാഷ്യം പ്രസിദ്ധീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സമാരംഭിച്ചത്. അപ്പോഴാണ് കേരളത്തിലെ ഹിന്ദുത്വ സൈദ്ധാന്തികൻ്റേതായ ഒരു പ്രസ്താവന മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. വേദവും വേദാന്തവും മതേതര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കേണ്ടതില്ല. അവ പ്രസിദ്ധീകരിക്കുവാൻ ഇവിടെ ഹൈന്ദവരും അവരുടെ ആശ്രമങ്ങളുമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും നിയതിയുടെ നിയോഗം പോലെ സാറിൻ്റെ ശിവാരവിന്ദം മഹാഭാഷ്യം ക്രമേണ എല്ലാ പുസ്തകങ്ങളും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു. ശ്രീമദ് ഭഗവത്ഗീത ശിവാരവിന്ദം മഹാഭാഷ്യം, വാസിഷ്ഠസുധ യോഗ വാസിഷ്ഠസാരം, വേദാന്ത ദർശനം ഉപനിഷത്ത് സ്വാധ്യായം ഭാഗം 1, വേദാന്ത ദർശനം ഉപനിഷത്ത് സ്വാധ്യായം ഭാഗം 2, വേദാന്ത ദർശനം ഉപനിഷത്ത് സ്വാധ്യായം ഭാഗം 3, ഭാഷ്യപ്രദീപം ബ്രഹ്മസൂത്ര ഭാഷ്യ അനുവാദം, 2 മലയാള മാമറകൾ ഹരിനാമകീർത്തനം ജ്ഞാനപ്പാന, ഭാഗവത ഹൃദയം ഭാഗവത കഥാസന്ദർഭങ്ങൾ, പ്രൗഢാനുഭൂതി പ്രകരണ പ്രകാശിക, 2 വിദ്യാരണ്യ കൃതികൾ പഞ്ചദശി ജീവൻമുക്തി വിവേകം, ശ്രീനാരായണ ഗുരുദേവ കൃതികൾ സമ്പൂർണ്ണ വ്യാഖ്യാനം ഭാഗം 1, ശ്രീനാരായണ ഗുരുദേവ കൃതികൾ സമ്പൂർണ്ണ വ്യാഖ്യാനം ഭാഗം 2. ബാലകൃഷ്ണൻ നായരുടെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിക്കുക വഴി അദ്ദേഹത്തിൻ്റെ സാഹിതീയ ശ്രമങ്ങൾക്ക് സാക്ഷാത്കാരം നൽകിയ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അഭിനന്ദനമർഹിക്കുന്നു. സങ്കല്പരഹിതമായ ബോധത്തിൽ ഈ പ്രപഞ്ചം കണ്ണാടിയിലെന്ന പോലെ ഒരു പ്രയോജനവുമില്ലാതെ പ്രതിബിംബിച്ചു കാണുന്നു എന്ന യോഗവാസിഷ്ഠ ദർശനം ബാലകൃഷ്ണൻ നായർ സാർ വ്യാഖ്യാനിച്ചു തരുമ്പോൾ അത് നമ്മുടെ പ്രജ്ഞയിൽ പതിയും. പ്രപഞ്ചരഹസ്യം അനുഭൂതിയിലേക്ക് ആവാഹിച്ചവരുടെ വാക്കുകൾ നമ്മുടെ പ്രജ്ഞയിൽ പ്രകാശം പരത്തും. അപ്പോൾ നിഗൂഢമായ അർത്ഥങ്ങൾ മറനീക്കി വെളിപ്പെടും. ഈ പ്രപഞ്ചം ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നും ഉള്ളത് ബോധം മാത്രമാണെന്നും ബോധത്തിലെ ഭ്രമം മാത്രമാണ് ഈ സൃഷ്ടിയെന്നും ബാലകൃഷ്ണൻ നായർ സാർ പറയുമ്പോൾ നാം അത് അനുഭവിക്കുന്നു. സത്യസാക്ഷാത്കാരം നേടിയവരുടെ വാക്കുകൾ അനുഭവമായിത്തീരുന്നു. സത്യാന്വേഷികൾക്ക് ബാലകൃഷ്ണൻ നായർ സാറിനെ തിരിച്ചറിയാൻ സാധിക്കൂ. അവരുടെ എണ്ണം നാൾ ചെല്ലുന്തോറും കൂടുതലാകും എന്നതിൽ സംശയമില്ല. ആദിശങ്കരൻ്റെ ശ്രീ ദക്ഷിണാമൂർത്തി അഷ്ടകത്തിലെ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം എന്ന ദർശനം തന്നെയാണ് സാറിൻ്റെ വാസിഷ്ഠസുധയിലൂടെയും പ്രകാശമാനമാകുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ മരണവുമില്ല പുറപ്പുമില്ല വാഴ്വും എന്ന പ്രഖ്യാപനം വ്യാഖ്യാനിക്കുമ്പോഴും ഇതേ ദർശനം തന്നെയാണ് പ്രതിഷ്ഠാപിതമാകുന്നത്. സൃഷ്ടിയുമില്ല, സ്ഥിതിയുമില്ല, സംഹാരവുമില്ല. ഈ ലോകം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഉള്ളത് അഖണ്ഡമായ ബോധം മാത്രം. അപ്പോൾ കാലദേശങ്ങളെല്ലാം മറയുന്നു. ശോകത്തിൻ്റെ ചെറിയൊരു ലാഞ്ചന പോലും ഇല്ലാതാകുന്നു. ആദിശങ്കരൻ ഒറ്റ ശ്ലോകം മുതൽ 1000 ശ്ലോകങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന അനേകം ശാസ്ത്രഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇവയിൽ നിന്നും തിരഞ്ഞെടുത്ത 15 കൃതികളും
അവയുടെ വിശദവും സമഗ്രവുമായ വ്യാഖ്യാനങ്ങളും അടങ്ങുന്നതാണ് പ്രൗഢാനുഭൂതി പ്രകാശിക. ആ കൃതിക്കും ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായി മറയുന്ന പ്രപഞ്ച ദൃശ്യങ്ങളുടെ പരമകാരണം അന്വേഷിച്ചു കണ്ടെത്തിയ ഉപനിഷത്തുകളിലേക്കും യോഗവാസിഷ്ഠത്തിലേക്കും ആദിശങ്കരൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും കൃതികളിലേക്കും പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എന്ന മഹാമനീഷി തികഞ്ഞ കാരുണ്യത്തോടെ സ്വതന്ത്ര കേരളത്തിലെ ജിജ്ഞാസുക്കളെ കൈപിടിച്ചു നടത്തി. അദ്ദേഹത്തിൻ്റെ വസതി ശിവാരവിന്ദം സത്യാന്വേഷികളുടെ തീർത്ഥാടന കേന്ദ്രമായി തീർന്നു. ശ്രീ ശങ്കര ഭഗവത്പാദരുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും അദ്വൈത ദർശനത്തിലെ ഏകീഭാവം ആത്മാവിൽ ലയിച്ചു ചേർത്ത യഥാർത്ഥ പ്രായോഗിക വേദാന്തിയായിരുന്നു സാർ. മഹാപുരുഷന്മാരെ തമ്മിൽ താരതമ്യപ്പെടുത്തി ഒരാൾ മറ്റൊരാളേക്കാൾ കേമൻ എന്ന് സ്ഥാപിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്ത് ജി ബാലകൃഷ്ണൻ നായർ സമന്വയത്തിൻ്റെ യഥാർത്ഥ വേദാന്തപാത പിന്തുടർന്ന ആധുനിക കേരളത്തിലെ ഏകാന്ത പഥികനായിരുന്നു. ആത്മീയാചാര്യന്മാർ വ്യക്തിപൂജയിൽ നിൽക്കുന്നിടത്തോളം കാലം ജനതയ്ക്ക് ഏകീകരണമുണ്ടാവില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈഗോയുടെ പ്രസരമാണെങ്കും എൻ്റെ കാലിൽ കുമ്പിട്ട് പൊയ്ക്കൊള്ളൂ എന്നാണ് അവരുടെ ഭാവം. അതുകൊണ്ട് സാധാരണക്കാരന് മാർഗദർശനം കിട്ടുന്നില്ല, തത്വബോധം ഗ്രഹിക്കാനും കഴിയുന്നില്ല. മനുഷ്യനെ ദുഃഖിക്കാൻ അവകാശമില്ല എന്നായിരുന്നു പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എന്ന യഥാർത്ഥ ദാർശനികൻ്റെ അനുഭവസിദ്ധമായ സന്ദേശം. യുക്തിവിചാരം ചെയ്തെങ്കിലും ദുഃഖം ഒഴിവാക്കൂ. നമ്മളൊക്കെ അനശ്വരമായ ആനന്ദത്തിൻ്റെ ഉടമകളാണ്. സാർ കൂടെ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ജീവിതത്തെ ധന്യമാക്കുക എന്നതിനർത്ഥം പൊതുരംഗത്ത് പ്രശസ്തനാവുന്നതും ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കുന്നതും ആണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഭൗതിക നേട്ടങ്ങൾ മാത്രം നേടിയവരെ അടുത്തറിയുമ്പോൾ അവരിൽ പലരും അന്തരാത്മാവിൽ അഗ്നികുണ്ഡങ്ങൾ വഹിക്കുന്നവരാണെന്ന യാഥാർത്ഥ്യം നമ്മെ അമ്പരപ്പിക്കും. എന്നാൽ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറിനെ സമീപിക്കുമ്പോഴാണ് അദ്ദേഹം നേടിയെടുത്ത ജീവിത ധന്യത എത്രയോ മൗലികവും മാധുര്യമുറ്റതുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യനെ പഠിക്കൂ, അവൻ ജീവിക്കുന്ന ഒരു കവിതയാണ്. റീഡ് ദ മാൻ, ഹീ ഈസ് എ ലിവിങ് പോയം എന്ന്. അനശ്വരമായ ആ വിവേകാനന്ദ വാണിക്ക് സ്വജീവിതത്തിലൂടെ ചേതോഹരമായ ഭാഷ്യം ചമച്ച പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ ജീവിതത്തെക്കുറിച്ച് വരുന്ന തലമുറകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ശ്രീമദ് ഭഗവത്ഗീത ശിവാരവിന്ദം മഹാഭാഷ്യം പ്രകാശനം ചെയ്തുകൊണ്ട് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ടി കെ രാമകൃഷ്ണൻ പറയുകയുണ്ടായി, ഗീത വ്യക്തികളെ മാത്രമല്ല പ്രസ്ഥാനങ്ങളെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കും. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ എക്കാലത്തും എടുത്തു പറയേണ്ട പുസ്തകമാണിത്. 900 പൂർവമുള്ള ഭഗവത്ഗീത. ശിവാരവിന്ദം ഭാഷ്യമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഖ്യാത ഭാഷ്യം. ലളിതവും ശാസ്ത്രീയവും യുക്തിസഹവും വിശദവുമായ ഗീതാഭാഷ്യമാണത്. അരവിന്ദന് സമർപ്പിതമായ ഈ ഗീതാഭാഷ്യത്തെക്കുറിച്ച് പണ്ഡിതരാജനായ ഡോക്ടർ ശൂരനാട് കുഞ്ഞൻപിള്ള എഴുതി. ഈ ഗീതാഭാഷ്യം ഭാഷയ്ക്ക് അനർഘനിധിയാണ്. മലയാളികൾ ഒരു മഹാനിധി പോലെ സൂക്ഷിക്കും ഈ ശിവാരവിന്ദം. നന്നേ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മേഘജ്യോതിസ് പോലെ മാഞ്ഞുപോയ തൻ്റെ പ്രിയപുത്രൻ്റെ സ്മരണയിലാണ് അദ്ദേഹം ഗീതാഭാഷ്യം എഴുതിയത്. പുത്രൻ പിതാവിന് ഗുരുസ്ഥാനീയനായി ഉയർന്നതിൻ്റെ പരിണതഫലം. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യത്തിൻ്റെ പരിഭാഷയും വിശദമായ വ്യാഖ്യാനവും ചേർന്ന ഭാഷ്യപ്രദീപം. ശ്രീ ശങ്കര വിരചിതമായ 15 പ്രകരണങ്ങളുടെ വിശദ പഠനമായ പ്രൗഢാനുഭൂതി. യോഗവാസിഷ്ഠ വ്യാഖ്യാനമായ വാസിഷ്ഠസുധ. 2 മലയാള മാമറകൾ എന്നു പേരിലുള്ള ഹരിനാമകീർത്തനത്തിൻ്റെയും ജ്ഞാനപ്പാനയുടെയും വ്യാഖ്യാനങ്ങൾ. പഞ്ചദശി, ജീവൻ മുക്തി വിവേകം എന്നീ വിദ്യാരണ്യ കൃതികളുടെ വ്യാഖ്യാനം. ഇവയും ശ്രീനാരായണ ഗുരുസ്വാമികളുടെ കൃതികൾക്ക് 10 വർഷം കൊണ്ടെഴുതിയ വ്യാഖ്യാനവും അതുല്യമെന്ന പ്രസിദ്ധി നേടിക്കഴിഞ്ഞു. എന്നാൽ ഈ പ്രൗഢഗ്രന്ഥങ്ങൾക്കെല്ലാം മകുടം ചാർത്തും വിധം അത്യന്ത വിശിഷ്ടമായ രചനയത്രേ 3 വാള്യമായി പ്രസിദ്ധീകരിച്ചിരുന്ന വേദാന്ത ദർശനം ഉപനിഷത്ത് സ്വാധ്യായം എന്ന ഗ്രന്ഥം. വിവേകാനന്ദ സ്വാമികൾ ഏറ്റവും വിശിഷ്ടമായി കരുതിയിരുന്ന കഠോപനിഷത്തിൻ്റെ ഭാഷ്യത്തിന് പുറമെ കഠോപനിഷത്ത് ദർശനം എന്ന പേരിൽ 10 അധ്യായങ്ങളിലായി അതിലെ തത്വങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. പ്രതിപാദന ലാളിത്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഖണ്ഡിക ഉദ്ധരിക്കാം. ജീവിതം ഒരു അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ ഒരംശം മാത്രമാണ് പ്രപഞ്ചം.
നിരന്തരം മാറി മാറി വരുന്ന അനുഭവങ്ങളുടെ പരമ്പരയാണ് പ്രപഞ്ചം. മാറാത്ത അനുഭവം കണ്ടെത്തിയാൽ നമുക്കതിനെ സത്യമെന്ന് വിളിക്കാം. മാറാത്ത അനുഭവം കണ്ടെത്തിയാൽ നമുക്കതിനെ സത്യമെന്ന് വിളിക്കാം. പുരാതന ഭാരതത്തിലെ സത്യാന്വേഷികൾ ഈ പരമാർത്ഥം മനസ്സിലാക്കി മാറ്റമില്ലാത്ത ഒരനുഭവത്തെ ആവിഷ്കരിക്കാൻ യത്നിച്ചു. ബാഹ്യലോകത്തിൽ ഒരിടത്തും അത്തരം അചഞ്ചലമായ അനുഭവം കണ്ടെത്താൻ കഴിയുമെന്ന് അവർക്ക് തോന്നിയില്ല. സൗരയൂഥങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രപഞ്ച അനുഭവങ്ങളും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് നിത്യമായ ഒരു അനുഭവത്തെ കണ്ടെത്താനായി അവർ ബാഹ്യലോകത്തെ ഉപേക്ഷിച്ച് ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിതരായി. അന്തർമുഖത കൈവരിച്ച് മനനധ്യാനങ്ങളിൽ കൂടി ഉള്ളിലുള്ള സൂക്ഷ്മങ്ങളായ പല അനുഭവ മണ്ഡലങ്ങളും കടന്ന് അവർ മുന്നോട്ട് നീങ്ങി. ഒടുവിൽ വീണ്ടും പോകാനിടമില്ലാത്ത നിത്യമായ ഒരു അനുഭവ മണ്ഡലം എല്ലാ മൂടുപടങ്ങളും മാറി അവർക്ക് വെളിവായി കിട്ടി. സ്വയം പ്രകാശിക്കുന്ന ബോധസ്വരൂപമായ ആനന്ദ സമുദ്രമായിട്ടാണ് അവരതിനെ അനുഭവിച്ചത്. പരമസത്യം കണ്ടെത്തിയെന്ന് അവരുടെ ജിജ്ഞാസ കൃതാർത്ഥതയടങ്ങുകയും ചെയ്തു. വേദാന്ത സത്യാന്വേഷണത്തിൻ്റെ ചുരുങ്ങിയ ചരിത്രമാണിത്. ഔചിത്യപൂർണമായ ഉപമകളും ഉൽപ്പന്നങ്ങളും ചേർത്ത് വേദാന്ത വിഷയത്തെ സരളമധുരമാക്കുന്ന ഭാഷ്യകാരനാണ് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഖണ്ഡിക. വേദാന്ത പ്രചരണത്തിന് നൽകിയ നിസ്തുല സംഭാവനകളെ പരിഗണിച്ച് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. ഗുരുകൃപാസാഗരമായ വേദാന്ത ആചാര്യൻ ബാലകൃഷ്ണൻ നായർ എന്ന ബ്രഹ്മനിഷ്ഠന് ബ്രഹ്മാനുഭൂതി സഹജമായിത്തീർന്നു. അദ്ദേഹം പറയുന്നു, പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രീയ സത്യം അത്യന്തം ലളിതമാണ്. അതറിയാനും അനുഭവിക്കാനും എളുപ്പം. അതറിഞ്ഞ് അനുഭവിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിലെ എത്ര കടുത്ത ദുഃഖവും മാറിക്കിട്ടും. ജീവിതം പൂർണ്ണധന്യത കൈവരിക്കുന്നതായി ഉറപ്പുവരികയും ചെയ്യും. ബ്രഹ്മം അഥവാ ബോധം, അതാണ് നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയ സത്യം. ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലേ പ്രപഞ്ചമില്ല. അതുകൊണ്ട് പ്രപഞ്ചമായി കാണപ്പെടുന്നതെല്ലാം അതെന്തു തന്നെയായാലും ബോധമാണ് അഥവാ ബ്രഹ്മമാണ്. ഈ അദ്വൈത സത്യം ഉറപ്പുവരും തോറും മനുഷ്യ മനസ്സ് രാഗദ്വേഷങ്ങളകന്ന് നിരന്തര ആനന്ദം അനുഭവിച്ച് ശാന്തിയിലെത്തി ധന്യമാകും. കർമ്മം, ഹിംസ, ധർമ്മം, ഗുരു എന്നീ പദങ്ങളുടെ ശാസ്ത്രീയമായ അർത്ഥവ്യാപ്തി ആചാര്യൻ നിരവധി ഉദാഹരണങ്ങളിൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതു കർമ്മവും ബ്രഹ്മത്തെ കൂട്ടിച്ചേർത്താൽ ദുഃഖത്തിന് കാരണമാവുകയില്ല. യുദ്ധം ചെയ്യാനാണല്ലോ ഗീതയിലൂടെ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. പരമസത്യത്തെക്കൂടി ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്നാണ് ഭഗവാന്റെ ആഹ്വാനം. അങ്ങേയറ്റത്തെ പാപിയാണെങ്കിൽ കൂടി കർമ്മത്തിൽ ജ്ഞാനം കൂട്ടിച്ചേർത്താൽ പാപം ഇല്ലാതാവുമെന്നതാണ് ഗീത അനുശാസിക്കുന്നത്. ഒരു ചാവേർഭടനാണെങ്കിൽ പോലും ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവന് പാപത്തിൽ നിന്നും രക്ഷപ്പെടാം. എന്നാൽ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ബ്രഹ്മജന്മാന്തരങ്ങളിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന വാസന മൂലമാണ്. വാസന മാറണമെങ്കിൽ ജ്ഞാനം നേടണം. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ മദ്യപാനശീലം ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ അനായാസമായി ദൂരീകരിച്ചത് ഇതേ ശൈലിയിലായിരുന്നു. മദ്യപിക്കാൻ തോന്നുമ്പോൾ ഭഗവാനെ കൂടെ കൂട്ടിക്കൊള്ളാൻ ഉപദേശിച്ചപ്പോൾ ഗിരീശൻ കുപ്പി വലിച്ചെറിയാൻ തുടങ്ങി. വാസനകൾ ഒഴിഞ്ഞില്ലെങ്കിൽ അവയ്ക്ക് അടിമപ്പെട്ട് ജ്ഞാനികൾ വരെ പാപം ചെയ്യാനിടയുണ്ട്. ഞാൻ ചെയ്യുന്നു എന്ന തോന്നൽ പൂർണ്ണമായും അകന്നാൽ പ്രശ്നമില്ല. എല്ലാ കർമ്മങ്ങളും പ്രകൃതി ചെയ്യിക്കുന്നതാണ്. ഇവിടെ ധർമ്മവുമില്ല, കർമ്മവുമില്ല. എങ്ങും നിറഞ്ഞ് നിശ്ചലനായി അനന്തഘനമായി നിൽക്കുന്ന ബോധം മാത്രമേയുള്ളൂ. സൃഷ്ടിസ്ഥിതി ലയം തുടങ്ങിയ പ്രതിഭാസങ്ങൾ ബ്രഹ്മലോകത്തിലെ ഒരു ലീലാ നാടകം മാത്രം. ഒരു സത്യാന്വേഷിയുടെ ജീവിതത്തിൽ ഗുരുവിൻ്റെ പങ്ക് എന്താണെന്ന് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. സത്യദർശനം പൂർണ്ണമായി സാധിക്കുന്നതുവരെ ഒരു സത്യാന്വേഷി നിൽക്കുന്നത് ഭ്രമത്തിലാണ്. ഭ്രമത്തിൽ ഗുരു ആവശ്യമാണ്. ഒരു പ്രസ്ഥാനവും ആശ്രമവും ഗുരുവും ഇല്ലാതെ ഈശ്വര സാക്ഷാത്കാരം നേടിയ അപൂർവം ചില മഹാത്മാക്കളുണ്ട്. അവരെ ആചാര്യൻ
അത്യാദരപൂർവ്വം സ്മരിക്കുന്നു. ജീവിതാവസാനത്തിൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, കുഞ്ഞേ, ഞാനില്ല, നീയില്ല, ജഗത്തില്ല. ഞാനിത് വ്യക്തമായി അനുഭവിക്കുന്നു, നീയും അനുഭവിക്ക്. എന്നിട്ട് പറഞ്ഞു നടക്ക്. കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ കേൾക്കണ്ട. ഈ വേദാന്ത സത്യത്തെ ശാസ്ത്രീയമായി സ്വാംശീകരിച്ച മഹാത്മാവായിരുന്നു പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. കുടിൽ മുതൽ കൊട്ടാരം വരെ വേദാന്ത തത്വങ്ങൾ വാരി വിതറുവാൻ ആഹ്വാനം ചെയ്ത വിവേകാനന്ദ സ്വാമികളുടെ 150-ാം ജന്മവാർഷികം ലോകമെമ്പാടും ആഘോഷിക്കുന്ന സന്ദർഭമാണിത്. വിശ്വമാനവനായ തൻ്റെ ഗുരുനാഥൻ്റെ ഏക ദൗർബല്യം ദേശീയതയായിരുന്നുവെന്ന് വിവേകാനന്ദ ശിഷ്യയായ സിസ്റ്റർ നിവേദിത ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്ന പ്രഖ്യാത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വരാജ്യസ്നേഹിയായ സന്യാസിയായാണ് സ്വാമി വിവേകാനന്ദൻ പരക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ജാതി മത ദേശത്തിന് അതീതമായി വിശ്വമാനവനായി വളരുവാൻ അദ്ദേഹത്തിന് സഹായമായത് വേദാന്ത ശാസ്ത്രമാണ്. എല്ലാ തരത്തിലുമുള്ള സങ്കുചിത ചിന്താഗതികളെയും ഇല്ലാതാക്കുന്ന ശാസ്ത്രമാണ് വേദാന്തം. വേദാന്ത ശാസ്ത്രം വിശ്വമാകെ പ്രചരിപ്പിച്ച സ്വാമി വിവേകാനന്ദ മലയാള മണ്ണിലെ ഉത്തമ അനുയായിയായിരുന്നു പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. തലസ്ഥാന നഗരത്തിലെ പാൽക്കുളങ്ങരയിലുള്ള ശിവാരവിന്ദത്തിൽ ഒരേ സമയം ഉത്തമ ഗൃഹസ്ഥനായും ലക്ഷണമൊത്ത സന്യാസിയായും പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ ജീവിച്ചു. അങ്ങനെ അദ്ദേഹം വിവേകാനന്ദ ഗുരുവായ ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അനുയായി വൃന്ദത്തിലും ഉൾപ്പെടുന്നു. വേദാന്തശാസ്ത്രം സന്യാസിമാർക്കു മാത്രമല്ല ഗൃഹസ്ഥാശ്രമികൾക്കും പ്രായോഗികമാക്കാം എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു ആ ജീവിതം. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ വിജ്ഞാന രമണീയാശ്രമത്തിൽ നിന്നുമാണ് സമാരംഭിച്ചത് എന്ന് സൂചിപ്പിച്ചുവല്ലോ. അതുവഴി അദ്ദേഹം രമണ മഹർഷിയുടെ അനുയായിയുമായിരുന്നു. കേവലമൊരു സാമൂഹിക പരിഷ്കർത്താവായി പാർശ്വവൽക്കരിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ സമ്പൂർണ്ണ സാഹിത്യം സമഗ്രമായി സുലളിതമായി വ്യാഖ്യാനിച്ചതിലൂടെ ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൻ്റെ മുഖ്യ ആചാര്യനായി സേവന നിരതനായതിലൂടെ അദ്ദേഹം മാതൃകാ ശ്രീനാരായണനീയനുമായി തീർന്നു. പുത്രവിയോഗം ബാലകൃഷ്ണൻ നായരെ ബോധോദയത്തിലേക്കാണ് നയിച്ചത്. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ മുതൽ ശ്രീനാരായണ ഗുരു വരെ കാലോചിതമായി വ്യാഖ്യാനിച്ച വേദാന്ത ശാസ്ത്രത്തെ സമകാലീന കേരളത്തിലെ സാധാരണക്കാരിലേക്ക് പോലും പകർന്നു നൽകിയ മഹാത്മാവായിരുന്നു പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. ചുരുക്കത്തിൽ എല്ലാ ഗുരുശ്രേഷ്ഠന്മാരുടെയും സാഹിത്യത്തിലൂടെ സഞ്ചരിച്ച് സനാതന ധർമ്മ സന്ദേശത്തിൻ്റെ സാരമായ വേദാന്ത വിജ്ഞാനം സ്വാംശീകരിക്കുകയും അത് ശാസ്ത്രീയമായി പ്രചരിപ്പിക്കുകയും ചെയ്ത പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ ഗുരുകൃപാസാഗരത്തിന് പാത്രമായൊരു വേദാന്ത ആചാര്യനായിരുന്നു. ആത്മാവിൻ്റെ അത്യഗാധമായ ആഴത്തിൽ നിന്നും പ്രവഹിക്കുന്ന ആനന്ദം അനുഭവിക്കുന്നവർക്ക് എന്നും ആഘോഷം തന്നെ. അവർക്കെന്തിന് ജന്മദിനാഘോഷം? എന്നാൽ ഏതൊരു ജനത പൂജാർഹരല്ലാത്തവരെ പൂജിക്കുകയും അർഹതയുള്ളവരെ ആദരിക്കാതിരിക്കുകയും ചെയ്യുന്നുവോ, ആ ജനസമൂഹമാണ് അനാദരവിന് പാത്രമാവുക. ജീവിതത്തെ നിർമുക്തിയുടെ നിത്യനൂതന പ്രവാഹമാക്കിയ ഒരു മഹാത്മാവിനെ ആദരിക്കേണ്ടത് സാംസ്കാരിക സമൂഹത്തിൻ്റെ കർത്തവ്യമാണ്. അങ്ങനെയാണ് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ശതാഭിഷേകം ആഘോഷിക്കുവാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരാധകരിൽ ചിലർ ആരംഭിച്ചത്. ബാലകൃഷ്ണൻ നായർ സാർ ശതാഭിഷേകത്തോട് ആദ്യമൊക്കെ വിമുഖത കാണിച്ചുവെങ്കിലും ശ്രീരാമകൃഷ്ണാശ്രമ മഠത്തിലെ സന്യാസിമാരോടൊത്ത് പ്രസാദം കഴിക്കുന്നതിന് വിരോധമില്ലെന്ന സമ്മതമാണ് ക്രമേണ ഒരു ആഘോഷമായി ശതാഭിഷേകത്തെ നയിച്ചത്. അങ്ങനെ 2007 ഫെബ്രുവരി 5 ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് ശതാഭിഷേകം ഗംഭീരമായി ആഘോഷിച്ചു. ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി ശക്രാനന്ദ, ശിവഗിരി മഠത്തിലെ സ്വാമി പ്രകാശാനന്ദ തുടങ്ങിയ നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ ചടങ്ങിനെത്തി സാറിന് ശതാഭിഷേക ആശംസകൾ സമർപ്പിക്കുകയുണ്ടായി. ശതാഭിഷേക ചടങ്ങുകൾക്കിടയിലാണ് അദ്ദേഹം സ്വാമി സിദ്ധിദാനന്ദ പുരസ്കാരം ലഭിച്ച വാർത്ത വന്നത്. 2007 മാർച്ച് 11 തിരുവനന്തപുരം അനന്ത തിയോസോഫിക്കൽ സൊസൈറ്റിയിൽ വെച്ച് മൂന്നാമത് സ്വാമി സിദ്ധിനാഥാനന്ദ പുരസ്കാരം ബാലകൃഷ്ണൻ നായർ സാറിന് സ്വാമി ശക്രാനന്ദ സമർപ്പിച്ചു.
സ്വാമി സിദ്ധിനാഥാനന്ദ പുരസ്കാരം ബാലകൃഷ്ണൻ നായർ സാറിന് സമർപ്പിച്ചു. അതേ വേദിയിൽ വെച്ച് സാറിനെക്കുറിച്ചൊരു സ്മരണികയും ഗുരുപൂജ പ്രകാശനം ചെയ്തു. ഗുരുനാഥനെക്കുറിച്ച് ശിഷ്യരുടെയും ആരാധകരുടെയും സ്മരണകളാണ് ഗുരുപൂജയുടെ ഉള്ളടക്കം. അപൂർവ സുന്ദരങ്ങളും അനന്യലബ്ധങ്ങളുമാണ് ആ സ്മരണകൾ. അവയെല്ലാം സ്മരണീയ വ്യക്തിത്വത്തിൻ്റെ ഔന്നത്യത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതുമാണ്. 2010 ഫെബ്രുവരി 22 സാറിന് 87 വയസ്സ് തികഞ്ഞു. തന്നെ കാണാനെത്തിയവരോട് അദ്ദേഹം പറഞ്ഞു, അനുസ്യൂതമായ സത്യാന്വേഷണത്തിലൂടെ ഞാൻ എത്തേണ്ടിടത്ത് എത്തി. ജീവിതത്തിൽ ഞാൻ ധന്യനാണ്. ഇനിയൊന്നും ചെയ്യാനില്ല. ഈ ശരീരം എപ്പോൾ എവിടെ വീണുപോയാലും അത്യന്തം സന്തോഷം. വേദാന്ത ചിന്തയാകുന്ന വനഗർഭത്തിലൂടെ സദാ ഒഴുകുന്ന ആ ബ്രഹ്മനിഷ്ഠൻ 2011 ഫെബ്രുവരി 4 വൈകിട്ട് 7:55 ദിവംഗതനായി. കൊല്ലത്തുള്ള അയത്തിലെ അപ്സരനഗറിലുള്ള സാരല്യത്തിൽ വെച്ചായിരുന്നു സാറിൻ്റെ അന്ത്യം. സാരല്യത്തിലെ ഡോക്ടർ സരളാദേവിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുമായി 3.5 പതിറ്റാണ്ട് നീളുന്ന അപൂർവ ബന്ധമുണ്ട്. ശ്രീനാരായണ ഗുരുദേവന് ആദ്യകാലത്ത് പഠന മനനങ്ങൾക്കുള്ള ആശ്രയമായിരുന്നു വാരണപ്പള്ളി കുടുംബം. ആ കുടുംബത്തിലെ അംഗമാണ് ഡോക്ടർ സരളാദേവി. ഗുരുദേവൻ്റെ കൃതികൾക്ക് സമ്പൂർണ്ണ വ്യാഖ്യാനം രചിച്ച ഗുരുനാഥനെ അന്ത്യകാലത്ത് ശുശ്രൂഷിക്കാൻ അവർക്ക് അവസരം ലഭിച്ചത് ആകസ്മികമായിരിക്കുകയില്ല. ആത്മീയതയിൽ ആകസ്മികമായി ഒന്നും തന്നെ സംഭവിക്കുകയില്ലല്ലോ. അനിവാര്യമായത് മാത്രമേ സംഭവിക്കൂ. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കെ 18ാമത്തെ വയസ്സിൽ സരളാദേവി പ്രൊഫസർ ബാലകൃഷ്ണൻ നായരുടെ പ്രഭാഷണം ആദ്യമായി കേൾക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സാറിൻ്റെ പ്രഭാഷണങ്ങളുടെ സ്ഥിരം കേൾവിക്കാരിയായി. ഒരിക്കൽ പാൽക്കുളങ്ങരയിലുള്ള ശിവാരവിന്ദത്തിൽ വെച്ച് നടത്തിയ സാറിൻ്റെ പ്രഭാഷണം കേൾക്കാനെത്തിയതായിരുന്നു ഡോക്ടർ സരളാദേവി. പ്രഭാഷണത്തിന് ശേഷം നേരിട്ട് പരിചയപ്പെട്ടു. പാവനമായ ഒരു ഗുരുശിഷ്യബന്ധം അവിടെ ജന്മം കൊള്ളുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മരണം വരെ താങ്ങായും തണലായും സാറിനൊപ്പം ശിഷ്യയുണ്ടായിരുന്നു. എവിടെ സാർ പ്രഭാഷണത്തിന് പോയാലും സരളാദേവിയും ഒപ്പം കൂടും. 2010 നവംബർ 17 കുളിമുറിയിൽ വീണ് സാറിൻ്റെ നെറ്റിയിൽ രക്തം കട്ടപിടിച്ചിരുന്നു. തുടർന്ന് പല ചികിത്സകളും പലയിടത്തും നടത്തി നോക്കിയെങ്കിലും ഒടുവിൽ 2011 ജനുവരി 5 സാരല്യത്തിലേക്ക് സാറിനെ കൊണ്ടുവന്നു. ഇതിനിടയിൽ ജനുവരി 21 പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ശ്രീനാരായണ ലീലാമൃതം എന്ന പുസ്തകത്തിന് അവതാരികയായി 10 പേജോളം അദ്ദേഹം അവിടെ വെച്ച് എഴുതിത്തീർത്തു. അദ്ദേഹത്തിന് എഴുതാൻ പ്രയാസമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് എഴുത്ത് അവസാനിപ്പിച്ച പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ ഇത്രയും സ്വയം എഴുതിയത് അത്ഭുതമായി പലർക്കും അനുഭവപ്പെട്ടു. 2011 ഫെബ്രുവരി 5 ഉച്ചയ്ക്ക് 12 തൈക്കാട്ട് ശാന്തി കവാടത്തിലെ വൈദ്യുതി ശ്മശാനത്തിലാണ് സാറിൻ്റെ മൃതദേഹം സംസ്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മരണാനന്തര ചടങ്ങുകളില്ലാതെ അഗ്നിക്ക് സമർപ്പിച്ചു. തന്നെ ഇലക്ട്രിക് ശ്മശാനത്തിൽ തന്നെ സംസ്കരിക്കണമെന്നും കർമ്മങ്ങളൊന്നും നടത്തരുതെന്നും അദ്ദേഹം കത്ത് എഴുതി വച്ചിരുന്നു. ഞാൻ നിത്യമുക്തനാണ്, ഞാൻ മരിക്കുന്നില്ല, ദേഹം വിട്ടു പോകുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് ദേഹം ഉടൻ ദഹിപ്പിച്ച് ഭസ്മമാക്കണം. മറ്റൊരു ചടങ്ങും ആവശ്യമില്ല, എഴുത്തിൽ പറയുന്നു.